ഈ ആവശ്യം കഴിഞ്ഞാൽ നമ്മള് കറിവേപ്പിലയുടെ വില എല്ലായിടത്തും ഉണ്ടല്ലോ. അത് ചെയ്യാതെ പോലീസ് മാത്രമേ ഉള്ളൂ. ആവശ്യം കഴിഞ്ഞത് വലിച്ചറിയാത്തവർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരും ആവശ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആവശ്യമില്ല ഇവിടെ. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൃതദേഹത്തിന് ഈ പറഞ്ഞ മുൻ ഉണ്ടായ ദുർഗന്ധങ്ങളോ അത്രയധികം അതിൽ വന്നില്ല. അതിൽ ഒരു 20% വന്നുള്ളൂ. എടുക്കുമ്പോൾ ഉണ്ടാവണതിൻ്റെ 20% ഉള്ളൂ. കാരണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവർ നന്നായിട്ട് പ്ലാസ്റ്റിക്കിലിട്ട് പാക്ക് ചെയ്ത് അവരുടേതായ പെർഫ്യൂംസ് ഓരോ വാങ്ങിച്ചു കൊടുക്കണതോ അവിടെ ഉള്ളതോ അടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് ഒരു അണുക്കൾ പോലും പുറത്ത് വരാതായിരിക്കും പാക്ക് ചെയ്ത് തന്നെ. പിന്നെ ഫ്രീസറിൽ വെച്ച് അടക്കം ചെയ്യാൻ കൊണ്ടത് വേറെ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കറിവേപ്പിലയാണ് അല്ലെങ്കിൽ പിന്നെ എടുക്കണ വരെ ആരും അറിയണില്ല. എടുത്ത് കൊണ്ടുപോകാൻ 100 പേര് വരും. അങ്ങനെ ആ ബന്ധുക്കളുള്ളൂ. കറിവേപ്പിലാക്കിയ സാഹചര്യത്തിലും അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആകെ ഒരു 4 പേര് എതിർക്കുമ്പോൾ 6 പേര് സ്റ്റോറി പറയുന്നത് അതൊരു അദ്ദേഹം വലിയൊരു രാഷ്ട്രീയക്കാരൻ. അതിനെ പേരെടുത്ത് പറയാത്തത് ഒരു ഇതിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞിരുന്നു. അതിന്ന് ഇവിടുന്ന് കുറച്ച് പോയതേ അതുകൊണ്ടാണ്. അദ്ദേഹം ആ സംഭവം കഴിഞ്ഞ സമയത്ത് എല്ലാവരും തെറ്റായിട്ട് ധരിച്ചിട്ടുണ്ട്. എന്നെ എതിർത്തത് അവിടെ ഉള്ള പ്രായമായ ഒരാളും അതോടൊപ്പം നിന്നൊരു 4-5 പേരുള്ളൂ. ക്ലിയർ ആയിട്ട് ഒന്ന് പറയാം. അതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അച്ഛൻ്റെ മൃതദേഹം ഞാനാണല്ലോ എടുത്ത. അപ്പം മൃതദേഹം അദ്ദേഹത്തിന് കാണാനില്ല. അദ്ദേഹം പിരിവിന് പോയിട്ട് കണ്ടില്ല. അങ്ങനെ പരാതി കൊടുക്കാൻ വന്നത്. അപ്പോൾ ഇങ്ങനെ അറിയിപ്പ് വന്ന പോലീസിൽ അറിയിപ്പ് വന്ന ഇങ്ങനെ ഒരു റണ്ണോവർ ഉണ്ടായിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന സ്ഥലത്തൊക്കെ പോയപ്പോൾ അവിടെ സംഭവം കണ്ടില്ല. അപ്പോൾ ചോരപ്പാട് കണ്ട്. അപ്പോൾ അന്ന് ഈ ഇവിടെ കണ്ടല്ലോ ലോറിക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങൾ നിറച്ച് ലോറിക്കാരൊക്കെ ഇരിക്കുന്ന മെനകേടാക്കി ചെറിയൊരു ഓടയുണ്ട്. ഓടെന്ന് പറഞ്ഞാൽ കനാലിൽ നിന്ന് നമ്മളിവിടെ കനാലെന്ന് പറയും, തോടെന്നൊക്കെ പറയും. വലിയതല്ല ഉദ്ദേശിച്ച ചെറുത്. നിറച്ചും വേസ്റ്റും അവിടെ പല ആരൊക്കെയെന്ന് പറയുമല്ലോ പല ഹോട്ടലുകാരും മാലിന്യ വേസ്റ്റും ഈ ആൾക്കാരും ഭായിമാരും തമിഴ്മാരൊക്കെ. ഇന്ന് ഭായിമാർ കുറവാണ് അന്ന്. ഇപ്പോൾ തമിഴ്മാരൊക്കെ തോന്നുന്ന സ്ഥലമാണ്. അപ്പോൾ ഇടിച്ച് തിറ്റത് അങ്ങനത്താണ്. അപ്പോൾ 3 ഇതായി തെറിച്ച് പോയിട്ട് എടുത്തപ്പോൾ വിട്ടപ്പൊക്കെ പോയി. അപ്പോൾ മൊത്തം മലവും അഴുക്കും വേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്കും മകനെ അറിയിച്ചു ഞങ്ങൾ സ്ഥലത്ത് നിങ്ങൾ ചെന്ന് നോക്ക്. ഞാൻ ഇല്ലെന്നല്ല, മകൻ വന്നപ്പോൾ ഞാൻ ഇരിക്കണൊക്കെ മകൻ വന്ന് കണ്ടുകൊണ്ട് എടുത്തെല്ലാം കഴിഞ്ഞ് വൃത്തിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തിരിച്ചറിയണമല്ലോ. മുഖമൊക്കെ വെച്ച് മോളിൽ കയറ്റി കൊടുത്തപ്പോഴും തിരിച്ചറിയണം. അപ്പോൾ അത് അദ്ദേഹം എല്ലാം കണ്ടതാണ്. പിന്നെ അവിടുത്തെ നമ്മൾ മൃതദേഹം ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ വെച്ച് ഇൻക്വസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കാരണം എന്തായാലും ഇതായി മകൻ തിരിച്ചു പറഞ്ഞുകൊണ്ട് സ്പോട്ട് ഇൻക്വസ്റ്റ് വേണമെന്നില്ല. വേറെ സംശയങ്ങളൊന്നുമില്ല. ട്രെയിൻ ഇടിച്ച് മരണപ്പെട്ടാണ്. മറ്റ് സംശയങ്ങളോ കൊലപാതക സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്പോട്ട് ഇൻക്വസ്റ്റ് വേണ്ട. നമുക്ക് മൃതദേഹം ഒന്നാമത്തെ പരമാവധി എന്താ പറയുക മൃതദേഹം പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ വികൃതമായി. പോരാത്തതിന് ദുർഗന്ധവും മാലിന്യത്തിൻ്റെയും ഇതത്തിൻ്റെ ഹോസ്പിറ്റലിൽ എത്തിച്ച് എല്ലാം കഴിഞ്ഞ് ഇൻക്വസ്റ്റൊക്കെ കഴിഞ്ഞ് ഇൻക്വസ്റ്റ് സമയത്ത് ഞാൻ എല്ലാം തുടച്ച് വൃത്തിയാക്കി. ഇൻക്വസ്റ്റ് സമയത്ത് നമുക്ക് അടയാളങ്ങളൊക്കെ ഉണ്ടാകുന്ന നോക്കണം. ഈ മാർക്ക് വരെ മറ്റേ ഐഡൻറ്റിറ്റി മാർക്ക്, കറുത്ത മാർക്ക്, കാക്കപ്പുള്ളി, ഇനി വേറെ വല്ല സ്റ്റിച്ച് ചെയ്ത പാട് ഇതൊക്കെ ഓൾറെഡി എന്തെങ്കിലും തിരിച്ചറിയാൻ വേണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് അതിന് തിരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ടേബിൾ വെച്ച് കൊടുക്കണം. ടേബിൾ വെച്ച് കൊടുത്ത് തിരിച്ച് പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഇവർക്ക് അത് കഫൻ ചെയ്യാൻ പറ്റില്ല, തൈമാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ തൈമൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആംബുലൻസ് തന്നെ ആയിരുന്നു നമ്മുടെ വണ്ടി തന്നെ കയറ്റി അത് അടക്കം ചെയ്യാൻ വേണ്ടി അതിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതും എടുത്ത സ്ഥലം പറയാനുള്ള ആ ഒരു കാരണം ആ ഒരു സമൂഹം മൊത്തമില്ല നമ്മൾ ചെയ്തിട്ടുള്ള. അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി അടക്കം ചെയ്യുന്നതായിട്ട് ഈ മൃതദേഹം സ്ട്രെച്ചർ ചെയ്യുന്ന അവരെ ട്രെയിലേക്ക് വെച്ച് കൊടുക്കണം, എടുത്തു കൊടുക്കണം. അപ്പോൾ നമ്മൾ മൃതദേഹം അതായത് അവരേതായ എല്ലാവരെയും പലതരം വിശ്വാസം. അപ്പോൾ ആംബുലൻസിലെ ട്രെയിന്ന് നമ്മൾ ഇവരെ അലുമിനിയത്തിൻ്റെ ട്രേ കൊണ്ടുവരും. മൃതദേഹമാണ് സാധാരണ നമ്മൾ സ്ട്രെച്ചർ വലിച്ചിട്ട് അവരാണ് സാധാരണ അവരെ കൊണ്ട് വെപ്പിക്കാറ്. ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മളാണ് എടുക്കണം. സൂക്ഷിച്ചെടുത്തില്ലെങ്കിലും ഇങ്ങനെ ഞങ്ങളത് ചിലവർ പറയാൻ പാടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കയ്യിൽ അതിന് വേണ്ട സജ്ജനം ഇല്ലാത്തതുകൊണ്ട് ചില മൃഗങ്ങൾ റണ്ണോറിന് മൃഗങ്ങൾ ഒന്നല്ലെങ്കിൽ തക്കാളി പെട്ടിയോ അതിൻ്റെ പലക അങ്ങനെയുള്ള കട്ടി കുറഞ്ഞ ഉദാഹരണം പറഞ്ഞാണ് അത്. ആ സമയത്ത് പട്ടി പറഞ്ഞ പലകകളിലൊക്കെ വെച്ചിട്ടാണ് ഓരോ അവയവങ്ങളും നമ്മൾ വിട്ടുപോയതൊക്കെ ചേർത്ത് വെച്ച് കെട്ടണം. തുന്നി ചേർക്കാൻ പറ്റൂല. വിട്ടുപോയപ്പോൾ അതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണതല്ലല്ലോ, അരഞ്ഞു പോകണമല്ലോ. അപ്പോൾ അതായത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളൊരു കാലും നടുവൊക്കെ ഉണ്ടാക്കി വെക്കണതൊക്കെ. അപ്പോൾ അതും മര്യാദക്ക് നമ്മൾ പിടിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ വിട്ടുപോകും. പ്ലാസ്റ്റിക് ഇതിനെ കൊണ്ട് കീറും, രക്തം വരും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ എടുക്കണം വെച്ചാൽ ഞാൻ അത് ഉദ്ദേശിച്ചാണ് എടുത്തു പോയപ്പോൾ അതിലൊരു പ്രായം ഒരു അദ്ദേഹം പറഞ്ഞ് ഇനി പറയല്ല എന്തായാലും കാരണം യാതൊരു തെറ്റടി എന്തൊക്കെയാണ്. അപ്പോൾ അവർ തുടരുത്, കാഫറുകൾ തുടരുതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് ഇനി മൈതുമ്പോൾ തുടണ്ട, ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം നിന്നപ്പോൾ ആ മകൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആയിക്കാട് കൂടെ നിന്ന് കുറച്ച് ആൾക്കാർ, വലിയ ആൾക്കാർ, അറിവുള്ള മതത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവർ പറഞ്ഞ് അതങ്ങനെയാണ് തൊടാമുള്ള മറ്റെന്തോ അതൊക്കെ ഉണ്ട്,
തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ മകൻ ചൂടായി. മകൻ്റെ കൂടെ കുറേ ചേട്ടന്മാരും ഉണ്ടായിരുന്നു. മകനാണ് ചൂടായത്. മകൻ കുറേ ചൂടായി. അവൻ പറഞ്ഞു ഈ കാഫറെല്ലാം ഉണ്ടാവുള്ളൂ ഇത്ര നേരം എൻ്റെ പാപ്പാനെ എടുക്കാൻ. ഈ കാഫറേ ഉണ്ടാവുള്ളൂ. ഞാൻ കണ്ടപ്പാ എൻ്റെ പാപ്പാടെ തീട്ടം മാറ്റിയേക്കളെ നിങ്ങളാരും കണ്ടില്ല. ഈ കാഫറേ ഉണ്ടാവുള്ളൂ എല്ലാ കാര്യത്തിൻ്റെ പാപ്പനെ ഇവിടെ എത്തിക്കാൻ. ഈ കാഫർ കാരണം എൻ്റെ പാപ്പനെ എനിക്ക് ഇപ്പം ഇങ്ങനെ കിട്ടിയ പുള്ളി തുടങ്ങി ഇമോഷണലായി. അപ്പോൾ അദ്ദേഹത്തിന് കൂടെ നിൽക്കാൻ കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ ഇവരെ കൂടെ ആളുണ്ട്, എതിർക്കാൻ ആളുണ്ടാവും. പക്ഷേ ഭൂരിപക്ഷം ഈ മകൻ്റെ കൂടെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവിടെ വില പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ പറഞ്ഞ് താൻ തന്നെ വെച്ചത് ഇത്ര നാളും അവരെ കൊണ്ടുപോയി ചരിച്ച് കിടത്തണം. അപ്പം ഇനി താൻ തന്നെ വെച്ചത് എന്ന് പറഞ്ഞു എന്നെ ഇറക്കി കുഴിയിലിറക്കി. ആദ്യത്തെ തട്ട് 2 തട്ടുണ്ട് ഒരു കുഴി. അവരെ കബറിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലക വെക്കാൻ വേണ്ടി ഒരു 1.5-2 അടിക്ക് മേളിലേക്ക് കുത്തിയിട്ട് വീതി കുറഞ്ഞ് കുത്തിയിട്ട് അതിൻ്റെ മേളിൽ പലക വെച്ചിട്ട് പിന്നെ അങ്ങനെയാണ് പോകണം. അവിടെ ഇറക്കി നിർത്തിയിട്ട് മയത്തിനെ കാൽഭാഗത്ത് ഒഴിച്ച് കമ്പളത്തേക്ക് എടുത്ത് പിന്നെ അവരുടെ മതവിചാരം വരെ അവർ അത് എന്നെ കൂടെ എല്ലാം ചെയ്യിപ്പിച്ച് 3 പിടി മണ്ണിടി വെച്ചിട്ടാണ് ആ മനുഷ്യൻ വിട്ടത്. വലിയൊരു നേതാവാണ് രാഷ്ട്രീയത്തിൻ്റെ. ഇപ്പോൾ എന്തോ നിരോധിക്കപ്പെട്ട സംഘടനയുടെ എന്തോ ഒരു നേതാവാണ് ഏതോ സംഘടനയുടെ നേതാവാണ്, രാഷ്ട്രീയ നേതാവാണ്. നല്ല മനുഷ്യനാണ്. രാഷ്ട്രീയം കൊണ്ട് വേറെ ആണെങ്കിലും മനസ്സുകൊണ്ട് നല്ല മനുഷ്യനാണ്. അപ്പോൾ ഞാൻ നല്ല രാഷ്ട്രീയക്കാരനെ കണ്ടത് അദ്ദേഹത്തെയാണ്. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ കുറേ രാഷ്ട്രീയക്കാരൊക്കെ പൈസ കണ്ട് തരാനുള്ളതുകൊണ്ട് പറ്റിച്ചു പോയതുകൊണ്ട് പിന്നെ അവിടെ രാഷ്ട്രീയമല്ലല്ലോ, അല്ല അതല്ല രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ പല രാഷ്ട്രീയത്തിലും നല്ല മനുഷ്യനായിട്ട് മാറിയത് അത് മനുഷ്യനാണ്. അദ്ദേഹം എല്ലാം കണ്ടുകൊണ്ട് കാണാത്തവർക്ക് ഇതറിയില്ല. കാണാത്തവർക്ക് എന്ത് ചെയ്തു അവിടെ നിന്നവർക്ക് അറിയില്ല എന്താ ചെയ്തിരുന്നു. അവർ നോക്കുമ്പോൾ ഒരു മയ്യത്ത് മാത്രമേ ഉള്ളൂ. അതിൽ ട്രെയിൻ ഇടിച്ച് മരണപ്പെട്ട മയ്യത്ത്. ആ മയ്യത്തിന് എങ്ങനെയാണ് തൈമം ചെയ്തവർക്കേ അറിയുള്ളൂ ആ മയ്യത്ത് എങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ കഫൻ ചെയ്തവർക്കോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തവർക്കോ അല്ലെങ്കിൽ എടുത്തായിരിക്കുമോ മകനോ മറ്റൊരു ഭാഗത്തിൻ്റെ ബന്ധുക്കൾക്കോ മറ്റൊരു ആൾക്കാർക്കോ കാണാത്തവർക്ക് അത് എന്താണെന്ന അവസ്ഥയൊന്നും അറിയില്ല. അതുകൊണ്ട് ആ മനുഷ്യൻ ഇമോഷണലായി. ശരിക്കും അതൊക്കെ ഒരു അഭിമാനമാണ്. അതിന് വലിയ അതും പിന്നെ നമ്മളെ ഭക്ഷണത്തിലും വലിയ ഹോട്ടലിൽ ഒരു വക്കീലുമാരോ എന്നിട്ട് എഴുന്നേപ്പിച്ചിടാൻ പറഞ്ഞു. അന്ന് ഇതുപോലെ മൃതദേഹം അന്ന് നമ്മുടെ ആയിട്ടാണ്. കാരണം പണി കഴിഞ്ഞ് വിശപ്പെന്നിട്ട് പണി കഴിച്ചിട്ട് വന്നതാ. എന്നാൽ സീനത്തിലിക്ക ആയൊക്കെ പറഞ്ഞ് ഇല്ല നീ എഴുന്നിട്ട് അപമാനമുള്ളവരെ എഴുന്നിട്ട് പോയിക്കോളാൻ പറഞ്ഞു വക്കീലിനോട്. ഇരുന്ന് കഴിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നമ്മുടെ ജീവിതത്തിൽ നല്ലതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നല്ലത് 10% ഉണ്ടെങ്കിലും 90% ചീത്തയെ സംഭവിക്കുള്ളൂ. അപമാനിച്ചവരുടെ ശവം എടുക്കേണ്ടി മൃതദേഹം എടുത്തത് അത് നമ്മുടെ വീടിനോട് തന്നെ. അത് 3-4 തവണ ഇപ്പം അത്യാവശ്യം പേരൊക്കെ പോയിട്ടുണ്ട്. ഒരു എല്ലാവരും അല്ലെങ്കിലും നമുക്ക് പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. പിന്നെ തലക്കടിച്ച് വിട്ടിട്ടുണ്ട്. ശരിക്കും അടിച്ചു വിട്ടിട്ടുണ്ട്. തലക്കടി എന്ന് പറഞ്ഞാൽ 2-3 പേര് ഒരുമിച്ച് കൊണ്ടുപോകും. നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴേക്കും തലക്കടി ഇവിടെ നേരിട്ട് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് അടിക്കണം തലക്ക്. ആ ഗ്രൗണ്ടിൻ്റെ അവിടെ കുറ്റിയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ. കുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനങ്ങളെ കയറാതിരിക്കാൻ ചെറിയ കോൺക്രീറ്റ് കുറ്റികൾ ഇത്രയും പറ്റും. നമ്മളവിടെ വന്ന് എല്ലാവരും ഇരിക്കാറുണ്ട്. നമ്മളെന്തെങ്കിലും വന്നാൽ ഒരു ഒറ്റയ്ക്ക് വരില്ല. രാത്രി ഈ പറഞ്ഞാലും രാത്രി വരാറില്ല. രാത്രി നമ്മൾ എഴുന്നേറ്റ് നടക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ആരെങ്കിലും 2 പേരും കൂട്ടിട്ട് അവർ മാറിക്കളയും. പക്ഷെ പകല് നമ്മളവിടെ എന്തും കാണാം. അതുകൊണ്ട് പിന്നെയാണ് ഈ പകല് സഞ്ചാരം നിർത്തിയത് കുറേ കാലഘട്ടം. ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ വെറുതെ തലക്കടിച്ചിട്ട് ആൾക്കാർ പോകും. അതൊക്കെ ചിലവരെ ഹോബിയാണ് ചിലവർക്ക്. അത് നമുക്ക് അവർക്ക് നമ്മളോട് അർപ്പാണ്, നമ്മളോട് ഇഷ്ടമല്ലായ്മ. ആ തലക്കടിച്ച് പോയാളുടെ മൃതദേഹം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞു മൃതദേഹത്തോട്? ഞാനെല്ലാം ചോദിച്ചിട്ടുണ്ട്. അല്ലാണ്ട് എന്താ പറയാ വേറെ ഒന്നുമില്ല. അത് എൻ്റെ എടുത്തത് അങ്ങനെ പറഞ്ഞ. പിന്നെ അത് വേറെ ഒരാളുടെ മകനെ തൂങ്ങിയിട്ട് ഞങ്ങൾ ആവശ്യം വീടിൻ്റെ തൊട്ട് പുറയിൽ മരത്തുമ്പോൾ തൂങ്ങി അതും എടുത്തത്. അന്നും അദ്ദേഹം പിന്നെ കാണാറില്ല, പിന്നെ ഒന്നും പറയാറില്ല നേരിട്ട്. പിന്നീടൊന്നും പറഞ്ഞില്ലെങ്കിലും കളിയാക്കി. ഇപ്പം ഞാൻ ഇടയ്ക്ക് ആരെയൊക്കെ ഉണ്ട് ഇവരൊക്കെ ആരെങ്കിലും ഞാൻ പോണതിൻ്റെ വീടിലേ പോവും, എനിക്കിവിടെയല്ലേ പോവും. ആരെയൊക്കെ അവിടെ നിർത്തിയെങ്കിലും നമ്മളെ അതിൽ എന്തെങ്കിലും ഇനി പഴയ പോലെ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി പോലും. പക്ഷേ മുഖത്തോട്ടാരും അത്യാവശ്യം പെരുമാറുന്നവരുണ്ട്. അതായത് നമ്മളെ നല്ല രീതിയിൽ പെരുമാറുന്നവരുണ്ട്. ഈ അവിടുത്തെ ഇപ്പോൾ DSPയുടെ സാറിൻ്റെ വീട്ടുകാരൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. CI നമ്മുടെ ലത്തീഫ് സാറിൻ്റെ കുടുംബം കണ്ടു കഴിഞ്ഞാലൊക്കെ നല്ല രീതിയിൽ നമ്മളോട് നല്ല രീതിയിലൊക്കെ പെരുമാറുന്നതാണ്. സാറുമാരുടെ കുടുംബമൊക്കെ നല്ല രീതിയിൽ പെരുമാറും.